ഹായ് ഹലോ. ഇന്നത്തെ എൻ്റെ മോളുടെ ഒരു ദിവസം കണ്ടാലോ. ഇന്ന് എൻ്റെ വീട്ടിൽ ആരുമില്ല, ഉമ്മയും പപ്പ എറണാകുളം പോയേക്കാണ്. അപ്പോൾ മോളും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളെ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചിട്ട് സുന്ദരി കുട്ടിയെ കെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കഴിക്കുന്നത് ഒരു ബ്രെഡും ബ്ലൂബെറീസും പിന്നെ പീനട്ട് ബട്ടറും കൂടിയിട്ടാണ് കഴിക്കുന്നത്. വലിയ ഹെൽത്തി ഒന്നാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് കഴിക്കുമ്പോഴും ഒരാളെൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കാറുന്നു കേട്ടോ. മറ്റാൾക്ക് നല്ല എന്താ പറയുക, നല്ലോണം കൊതി വിട്ട് കിടക്കാറുന്നു മൂപ്പര്. അവൾക്ക് ആരെന്ത് കഴിക്കാനാണ്ടാലും അവൾ നമ്മളെ മുഖത്തൊക്കെ നോക്കിയിട്ടാട്ടെ ഇരിക്കും. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നിയെങ്കിലും 6 മാസം വരെ പാൽ വിട്ടിട്ടൊരു കഴിവില്ല, പാല് തന്നെ കൊടുക്കുള്ളൂ കേട്ടോ. കുറേ പേര് പറയുന്നുണ്ട് എന്നോട് ഫുഡൊക്കെ എന്തെങ്കിലും കൊടുത്തോന്ന്, പക്ഷെ ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞത് 6 മാസം വരെ പാല് കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ മൂപ്പര് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഇറക്കിയിട്ട് എന്തെങ്കിലും തരുമോ എന്നുള്ളൊരു ഭാവത്തിൽ കിടക്കാം കേട്ടോ. പിന്നാണെങ്കിൽ എനിക്ക് കുറേ പണിയുണ്ട്. ഇവളും ഞാനും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുള്ളൂ. അപ്പം ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ ഞാൻ മദർസ്പർശിൻ്റെ ലിക്വിഡ് വെച്ചിട്ട് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിരുമ്പണം. പിന്നെ അവളുടെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാനുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ഡയപ്പർ ആദ്യം തന്നെ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് മുക്കി വെക്കും. അതിൻ്റെ ഇടയിൽ മറ്റാളൊന്ന് കരഞ്ഞപ്പോൾ ഞാൻ പിന്നെ മൂപ്പരെടുത്ത് ചെന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാറുണ്ട്. എന്നാൽ ഇവള് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്ത് തന്ന് വലിയ വാശിയും കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് കളിപ്പിക്കും, പിന്നെയും എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ അത് നോക്കാൻ പോകും. അങ്ങനെ ആയിരുന്നു. അപ്പം ഞാനിതേപോലെ 5 ദിവസം കൂടുമ്പോഴാണ് ജനയുടെ ഡയപ്പേഴ്സൊക്കെ ഡിസ്പോസ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഡയപ്പേഴ്സൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ അത് അതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ അലിഞ്ഞിങ്ങനെ വന്ന് തുടങ്ങും. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ഒന്നുമല്ല, എന്നാലും ഓക്കെ സംഭവമാണ്. എന്നാലും വലിയ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ പ്ലാസ്റ്റിക്കുള്ള സംഭവങ്ങൾ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് കത്തിച്ചളയുക ചെയ്യുക. കണ്ട ഇപ്പം ഇത് വെള്ളമായിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് വലിയ തെങ്ങിൻ്റെ തരത്തിലോ വാഴയുടെ തരത്തിലൊക്കെ ഒഴിച്ചു കളയാം. പിന്നെ മഴ ദിവസമാണെന്നാണ് തോന്നുന്നത്, കാരണം ആകാശമൊക്കെ നല്ലോണം മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ വലിയ വെയിലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ തുണി തിരുമ്പണതൊക്കെ കണക്ക് തന്നെ. ഇത് എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള മാവ് കേട്ടോ, നല്ലോണം പൂവിട്ടിരുന്നു. പിന്നെ ഒറ്റ മഴ പെയ്തപ്പോൾ തന്നെ അതൊക്കെ കൊഴിഞ്ഞ് മുറ്റൊക്കെ ആകെ കേടായി കിടക്കുക. ഇതും വലിയൊരു പണി തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ലോണം വിഷമം. അപ്പോൾ ഒരു പേരക്കൊക്കെ കട്ട് ചെയ്ത് തിന്നു കേട്ടോ. അപ്പോഴേക്കിന് മറ്റാൾ ഉറങ്ങിയിട്ടുണ്ട്. ആള് ഉറങ്ങിയപ്പോൾ എനിക്കൊരു സമാധാനം, ഇനി എന്താ പണിയെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാമല്ലോ. ഇത് ഞങ്ങൾക്ക് അങ്ങനെ വീടൊക്കെ അടിച്ചു വാരാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം എന്താണെന്നറിയില്ല, ഉണ്ണിക്ക് ഫീഡ് ചെയ്യണോണ്ടാന്ന് തോന്നുന്നുണ്ട്, നല്ല വിശപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു കരിമ്പുണ്ടായിരുന്നു. കരിമ്പ് ഞാൻ ഏകാദശിക്ക് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കരിമ്പ്. അതൊക്കെ കഴിച്ചു. അത് കഴിക്കണതിൻ്റെ ഇടയിൽ ജനമോള് ഇന്നിട്ട് നോക്കൽ തന്നെ അറിഞ്ഞു കേട്ടോ. കുറച്ച് നേരം അവൾ ഉറങ്ങുള്ളൂ. പിന്നെ കരിമ്പ് എൻ്റെ ജീവനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കരിമ്പ്. അപ്പം അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല മഴ പെയ്തത്. അപ്പോൾ മഴ കാണാനായിട്ട് ഞാനും മോളും കൂടി കുറച്ച് നേരം പുറത്തൊക്കെ ചെന്നിരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട്. അവൾക്കെന്ന് വെച്ചാൽ പുറത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്തിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനാണ് മൂപ്പര മെയിൻ പരിപാടി. അപ്പോൾ ഈ മഴയിൽ തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ചൂടൊക്കെ മാറി തണവായപ്പോൾ തന്നെ ഒരു സമാധാനം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.